യെശയ്യാപ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവൻ തന്നെ യഹോവ. അവനെ അത്രേ നാം കാത്തിരുന്നത്, അവനെ അത്രേ നാം കാത്തിരുന്നത്. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. ഒരു ഹല്ലേലൂയ പറയാമോ? ഇത് നിങ്ങൾ വ്യക്തിപരമായിട്ട് പറയണം. അവൻ നമ്മെ രക്ഷിക്കും, അവൻ നമ്മെ രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. അവൻ നമ്മെ രക്ഷിക്കും. ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അതെല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിനുള്ള സാധ്യത എല്ലാം ഒരുക്കിയിരിക്കും. ഇന്ന് ഈ ദിവസവും ഒരു രക്ഷയുടെ അനുഭവത്തിൽ തുടരുന്ന ഒരു 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 അവസ്ഥയിലേക്ക് നമ്മൾ കയറി നിൽക്കണം. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നല്ല, ദൈവം എനിക്ക് വേണ്ടത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാനിടയാകണം. എന്നാൽ ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്താൻ അവൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ പോലും രക്ഷപ്പെടരുത്. ദൈവം നിന്നെ രക്ഷിക്കുന്നവനാണ്. വളരെ ലളിതമായിട്ട് ഇതങ്ങ് മനസ്സിലാക്കുക. യേശു നിന്നെ രക്ഷിക്കുന്നവനാണ്. യേശു നിന്നെ വിടുവിക്കുന്നവനാണ്. യേശു നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. യേശു നിനക്ക് സമാധാനം നൽകുന്നവനാണ്. യേശു നിന്റെ മുമ്പിൽ വഴി തുറക്കുന്നവനാണ്. യേശു നിനക്കായി വാതിൽ തുറക്കുന്നവനാണ്. യേശു നിന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. യേശു നിന്റെ തലയെ ഉയർത്തുന്നവനാണ്. യേശു നിന്റെ സങ്കടഭാരങ്ങളെ മാറ്റുന്നവനാണ്. യേശു നിന്റെ കണ്ണുനീരുകളെ തുടച്ചു മാറ്റുന്നവനാണ്. യേശു നിന്റെ രട്ടഴിച്ചു മാറ്റി നിന്നെ ഉത്സവത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുന്നവനാണ്. ആമേൻ, ആമേൻ.